ആ ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കണ്ടേ എന്താ ഇവിടെന്ന്? ഞാനിവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ ആളെ കാണാൻ വേണ്ടിട്ട് വന്ന. എന്റെ മൂത്താപ്പാന്റെ വീട് അതിന്റെ അപ്പുറത്ത്. ഞാൻ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ. വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് നിക്കാൻ നിന്റെ വീട്ടുകാര് സമ്മതിക്കോ? എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഓ, നമ്മക്കൊക്കെ എന്ത് വിശേഷം, നിങ്ങൾക്കൊക്കെ അല്ലേ വിശേഷം. വലിയ ജോലിക്കാരും സെറ്റപ്പ് ഒക്കെ ആകുമ്പോ വിശേഷമൊക്കെ നിങ്ങളെ കൂടെ അല്ലേ ഉണ്ടാവുക. നമ്മളെ കൂടെ എന്ത്, ഈ കോഴിക്കച്ചവടം, കോഴി ഫാം, ആട് ഫാം, കുറെ നാൽക്കാലി മൃഗങ്ങൾ. എന്നാലും അവർക്ക് സ്നേഹം ഉണ്ട് ട്ടാ. ഉണ്ട്. ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ. സത്യം. എനിക്ക് ഇതാണ് പറയുന്നത്, മാറ്റമില്ലാത്തത്. എനിക്കൊന്നും മാറ്റമില്ല. മാറ്റമുള്ളതൊക്കെ നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ. ജോലിയൊക്കെ ഉണ്ട്. ആ, കണക്ക് പിന്നെ എല്ലാ കാലത്തും ജോലി മതിയായിരുന്നല്ലോ. സ്വന്തം ജീവിതത്തിനെക്കാട്ടും വലുതായിരുന്നല്ലോ ജോലി. അതുകൊണ്ട് ജോലി ഉണ്ടാവട്ടെ, ജോലിയെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ അവസാന കാലത്ത്. ഒരു മാറ്റവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് എത്ര സത്യം. ഞാൻ എന്തിനാ മാറേണ്ട കാര്യമുള്ളത്? നീയൊക്കെ മാറി, ഞാനൊന്നും മാറിയിട്ടില്ല. അല്ല, മാറാൻ നീ പണ്ടും ഭയങ്കര മിടുക്കിയായിരുന്നല്ലോ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പത്തെ ലൈഫ്? ഒറ്റാൻ തടി. കല്യാണം കഴിച്ചില്ല, കുട്ടികളില്ല, ഭാര്യയില്ല, ഒരു പ്രശ്നമില്ല. ഉപ്പ മരിച്ചുപോയി, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മാനെ നോക്കണം, കാര്യങ്ങൾ നടക്കണം. അല്ല, അടിപൊളി. എന്റെ ജീവിതം എങ്ങനെ? ഇതുപോലൊക്കെ തന്നെ, കുഴപ്പമില്ല. എന്താ പറയാ, പിടിവാശികൾ ഉണ്ടല്ലോ ചില സമയത്ത്. നമ്മള് പിടിവാശി പിടിച്ചാൽ അത് നമ്മളെ ലൈഫ് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. ഞാനാ പിടിവാശി ഉണ്ടായിരുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും ഈ തന്നെയായിരുന്നു പിടിവാശി. എന്റെ ആങ്ങളോട് തല്ലിടാൻ പറഞ്ഞ ഞാനാണ്. എന്റെ ആങ്ങളേനെ അവിടുന്ന് തല്ലിവിടാൻ വേണ്ടിട്ട്, എന്നെ തല്ലാൻ വേണ്ടി വിട്ടതാരാ? ഞാനല്ലല്ലോ. അന്ന് എന്തായിരുന്നു, എന്റെ ഉപ്പയും ആങ്ങളമാരും എന്നെ കണ്ടോടത്ത് വെച്ച് വെട്ടും കുത്തും അങ്ങനെയൊക്കും ഇങ്ങനെയൊക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ ഡിഗ്രിയും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്യാതിരുന്നതിന്റെ കാരണക്കാരൻ എന്റെ വാപ്പയും എന്റെ ആങ്ങളമാരും. അറിയോ? എന്റെ ഇളയ ആങ്ങളുണ്ടായിരുന്നല്ലോ, അപ്പൊ എവിടെ? ഗൾഫിലാ. അവനൊരു പട്ടിക്കുട്ടികളുടെ സ്വഭാവമായിരുന്നു. കൂട്ടത്തിലുണ്ട് വരുമ്പോ ഇപ്പൊ അങ്ങോട്ട് തല്ലും കൊല്ലും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. അവനാണ് എന്നെ തല്ലി, ആദ്യത്തെ തല്ലും അവനാ തല്ലി. അതോടുകൂടി എന്റെ പഠിപ്പും ഞാൻ നിർത്തി. പിന്നെ ഞാനവിടെ ചോദിക്കാൻ വരേണ്ട കാര്യമില്ലല്ലോ. അന്നേ ഞാൻ പറഞ്ഞു പോവാ പോവാ, ആരുടെയും അനുവാദം വാങ്ങണ്ട, നമുക്ക് പോവാ, രജിസ്റ്റർ ചെയ്യാം, കാര്യങ്ങൾ നടത്താം. അപ്പോൾ ജോലി കിട്ടിയിട്ട് കല്യാണമുള്ളൂ, ഒളിച്ചോട്ടത്തിന് എന്തായാലും ഇല്ല പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ്. അതൊന്നും ഒരു ഒളിച്ചോട്ടായിരുന്നു. അന്നത് കറക്റ്റായിട്ട് ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ നീയും കല്യാണം കഴിച്ചില്ല, ഞാനും കല്യാണം കഴിച്ചില്ല. അതാ പറയണത്, ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്. ചില പിടിവാശികൾ നമ്മളെ ലൈഫ് തകർക്കും. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായി പോയി എന്ന് കുറച്ച് കഴിയുമ്പോഴാണ് തോന്നുന്നത്. അപ്പൊ തോന്നുന്നില്ലേ തെറ്റായി പോയി എന്ന് ആ തീരുമാനം? തോന്നണില്ലേ? എനിക്കറിയില്ല. അത് ഈ എല്ലാ കാലത്തും ഈ കണ്ണിന്റെ ഉള്ളിൽ കുറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ട് നടക്കുന്ന ഒരാളായിരുന്നല്ലോ. ഇപ്പോഴും ഉണ്ട് നമുക്ക് ഉള്ളത് തുറന്നു പറയാ കാര്യങ്ങൾ. അതൊക്കെയാണ് അതിൻ്റെ ഒരു ശരി ഉണ്ടായിരുന്നത്. അത് ഞാനിപ്പോൾ കുറ്റപ്പെടുത്താനതാകാൻ പറഞ്ഞതല്ല, യാദൃച്ഛികമായിട്ട് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചെന്ന് മാത്രം. എന്തായാലും എന്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കൊളായി പോയിട്ടൊന്നുമില്ല കേട്ടാ. തകിടം മറിഞ്ഞിട്ടുള്ള ലൈഫൊന്നും അല്ല, ഒറ്റയ്ക്കാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. ചില സമയത്ത് ഒരു ദുഃഖം തോന്നും, ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും ഉള്ളിൽ. നമുക്ക് പിന്നെ ജോലി ഉള്ളതുകൊണ്ട് ഈ വക ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതായിരുന്നല്ലോ വേണ്ടത്. എന്തും ഉണ്ടാക്കും കഴിഞ്ഞോ? എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ മനസ്സിൽ വന്ന കാര്യം പറഞ്ഞത് മാത്രം. എനിക്ക് പണ്ട് മൂടി വയ്ക്കണ സ്വഭാവമില്ല. മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് പറയാം. മുക്കോട്ടെ, ജോലി ഉണ്ട്. അതെ, എല്ലാ കാലത്തും ജോലി ആണല്ലോ വലുത്. ജോലിയുണ്ട്. അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ട്.
എടാ ചങ്ങാതി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഉം. വയസ്സാം കാലത്ത് ഈ ഉപ്പയും ആങ്ങളമാരും അവരുടെ ഭാര്യമാരും ഒക്കെ എന്നെ നോക്കൂ? ജോലി പിന്നെ ആരോഗ്യം കഴിയുന്നതോടുകൂടി ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് ആവും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ നോക്കുന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. അല്ലെങ്കിലും ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടോ ആരെയും കാത്തിട്ടോ അങ്ങനെ അങ്ങനെയൊന്നല്ല ഞാൻ ജീവിക്കുന്നത്. ഈ ജീവിതത്തിൽ പിന്നെ എന്താണ് ഒരു ആനന്ദം കണ്ടെത്തിയത് ഈ ജോലിക്ക് പോവുക വരിക എന്നുള്ളത്? ഈ ഒന്നും പറഞ്ഞില്ല. എന്റെ മനസ്സെന്താന്നുള്ള അറിയാൻ വേണ്ടി ചോദിച്ചാണ്. നമ്മളുടെ ആ ഒരു ഏജിലല്ല, നമുക്ക് അത്യാവശ്യം രണ്ടുപേർക്കും നല്ല പ്രായമായി. കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ മറന്നില്ലെങ്കിലും അടച്ചു വെക്കാനുള്ളൊരു കഴിവുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഉം. നമ്മൾ പഠനത്തിന് ശേഷം, നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഉം. ഈ എപ്പോഴെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ ചെറിയ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിട്ടുപോകും. ഞാൻ ഇന്ന് രാവിലെയും കൂടി നിന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയും കൂടി ചിന്തിച്ചു. നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ, അയാളുടെ ഓർമ്മകളുണ്ടെങ്കിൽ എന്തിനാ ആ ഒരു ചോദ്യത്തിന് പ്രസക്തി? ഇതൊക്കെ ഒരുമാതിരി പുസ്തകത്തിൽ എഴുതി വായിക്കാൻ പറ്റണ നല്ല ഡയലോഗാണ്. വാചകങ്ങൾ എഴുതി വെക്കിയാലോ, ഗൃഹാതുരത്വ വാചകങ്ങൾ. ഒരു കാര്യമില്ലാത്ത ഭയങ്കര വേസ്റ്റാണ് ആ സാധനം. അല്ലാതെ അതൊന്നും ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല. ഒരാളില്ലെങ്കിൽ അയാളുടെ ഓർമ്മകൾ നമ്മളെ കൂടെ ഉണ്ടാകും. നല്ല കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് കേൾക്കട്ടെ? ഇതിന്റെ കൂടെ പോരണ ഞാൻ എന്റെ ജീവിതത്തിലാണ് വിളിക്കണത്, അല്ലാതെ വെറുതെ ഇതിനല്ല, തമാശക്കല്ല. പോരണോ പോരണ്ടോ? പഴയ ഇഷ്ടം അനക്ക് എന്നോടുണ്ടെങ്കിൽ ഇപ്പൊ പോരാ. ഇപ്പോഴല്ല, ആലോചിച്ചിട്ട് എപ്പോഴാച്ചാ. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചോദിക്കില്ല. ചോദിക്കണം. വീട്ടിൽ വന്ന് ചോദിക്കണോ ചോദിക്കണ്ടേ? ഒരു പിടിയും തരില്ലല്ലോ ഈ സ്ത്രീ ജന്മങ്ങള്.